കോഴിക്കോട് പൂനൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വിരുപ്പിൽ, ചെറുവറ്റ, മുഴിക്കൽ ഭാഗത്തെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. നിരവധി വീടുകളിലേക്കാണ് ഈ ഭാഗത്ത് വെള്ളം കയറിയത്. മുഴിക്കലിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള റോഡിൽ വെള്ളം ഉയർന്നതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോടിൻ്റെ നഗരമേഖലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും വെള്ളപ്പൊക്കത്തിന് ഒട്ടും കുറവില്ല. അതായത് പൂനൂർ പുഴ അടക്കമുള്ളവ പല ഭാഗത്തും കരകവിഞ്ഞൊഴുകുകയാണ്. പൂനൂർ പുഴ കരകവിഞ്ഞതോടെ വിരുപ്പിൽ, അതുപോലെ ചെറുവറ്റക്കടവ് ഭാഗങ്ങളിലെല്ലാം നിരവധി പ്രദേശങ്ങളിലേക്കാണ് വെള്ളം കയറിയത്. നമ്മളിപ്പോഴുള്ളത് വിരുപ്പിൽ പ്രദേശത്താണ്. ഈ ഭാഗത്ത് റോഡിലാകെ വെള്ളം കയറി. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് അടക്കം വരുന്ന റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും, കടകളിൽ നിന്നടക്കം സാധനങ്ങൾ ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് എല്ലാം കഴിഞ്ഞ വലിയ തോതിൽ വെള്ളം ഉയർന്നു വന്നു എന്നാണ് ആളുകളടക്കം പറയുന്നത്. പ്രളയകാലത്താണ് ഇതിനേക്കാൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കാണാൻ കഴിയും, ഇവിടുത്തെ മൂഴിക്കൽ വിരുപ്പിൽ ഭാഗത്തെ സലഫി ജുമാ മസ്ജിദാണിത്. ഈ മസ്ജിദിൻ്റെ ഭാഗത്തേക്കുള്ള, മസ്ജിദിലേക്ക് പോകുന്ന ഈ വഴിയാണിത്. ഈ ഭാഗമാകെ ആളുകൾ വരുന്ന പ്രദേശമാണ്. ഈ ഭാഗമാകെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ മസ്ജിദിൻ്റെ ഉൾഭാഗത്തേക്കും പ്രാർത്ഥനാ മുറി അടക്കമുള്ള പ്രദേശത്തേക്കും വലിയ തോതിലാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. ഈ പ്രദേശവും അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങൾ അടക്കം വലിയ വെള്ളക്കെട്ട് വലിയ തോതിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് റോഡിലെ ഗതാഗതവും പൂർണ്ണമായും ആളുകൾ തന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഭാഗത്ത് അല്ലാത്ത ആളുകളൊക്കെ യാത്ര വന്ന് പല വാഹനങ്ങളും വഴിയിൽ കുടുങ്ങുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് തന്നെ ഈ റോഡിലെ ഗതാഗതം പൂർണ്ണമായും ആളുകൾ തടയുന്ന സ്ഥിതിയുള്ളത്. ഇപ്പോൾ ഇത് ആളുകൾ നിർദ്ദേശം കൊടുക്കാനും മറ്റുമായി ആളുകൾ ഈ ഭാഗത്തുണ്ട്. ഈ വെള്ളക്കെട്ടിലേക്ക് പോകരുത് എന്നും അടക്കമാണ് ഇവർ പറയുന്നത്. ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നോ? ഇവിടെ എല്ലാ പ്രാവശ്യവും അത്യാവശ്യം വെള്ളം 2018-19 നല്ല വെള്ളം കയറുന്ന സ്ഥലമാണിത്. പിന്നെ പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് തൂർത്തുപോയ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ റോഡിലേക്ക് വെള്ളം കയറാൻ. ഇത് മെഡിക്കൽ കോളേജിലേക്കുള്ള അത്യാവസര നിലയിൽ കേശവട്ടിക്ക് പോണ റോഡാണ്. ആ റോഡിലേക്കാണ് ഇങ്ങനെ വെള്ളം കയറി ഇത്രയും ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഭാഗം ഫുള്ള് മണ്ണിട്ട് തൂർത്തിപ്പോയി. അതായത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി. അപ്പോൾ ഈ റോഡിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ അധികാരികളാരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ തന്നെ കാണാതെ ഈ പറമ്പിലൊക്കെ വെള്ളം മണ്ണിട്ട് നികത്തിപ്പോയി. അപ്പോൾ ആ പറമ്പുകളിൽ വെള്ളം നിൽക്കാത്ത കാരണം ഇങ്ങോട്ട് കയറി പോരാണ്. എപ്പോൾ തൊട്ടാണ് ഈ റോഡിലെ ഗതാഗതം പൂർണ്ണമായിട്ട് ഏകദേശം തടസ്സപ്പെടുന്ന സ്ഥിതി? ഒരു 5 മണിക്കൂറായിട്ടുള്ളൂ കയറിയാൽ. ഈ പൂനൂർ പുഴയിലെ വെള്ളമാണോ ഇവിടേക്ക് ഇങ്ങനെ? പൂനൂർ പുഴയിൽ നിന്നാണ് ഇങ്ങോട്ട് ഈ റോഡിലേക്കൊക്കെ വെള്ളം കയറുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വയലുണ്ട്, തോടുണ്ട്. ആ തോട്ടിലൂടെ തിരിച്ച് ഇങ്ങോട്ട് വെള്ളം വരികയാണ്. മഴ പെയ്യുന്ന വെള്ളം ഇവിടെ നിൽക്കുകയാണ്, അങ്ങോട്ട് ഒഴുകി പോകുന്നില്ല. പുഴയിലേക്ക് എടുക്കുന്നില്ലല്ലോ വെള്ളം. ആ വെള്ളം ഇവിടെ നിൽക്കുകയാണ്. ആ വെള്ളമാണ് കെട്ടി നിൽക്കുന്നത്. ഈ പൂനൂർ പുഴയുടെ തീരത്തുള്ള ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കക്കയം ഡാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം കൂടുന്നില്ല. അപ്പോൾ കൂടുതൽ പ്രതിസന്ധി ആവില്ലേ ഇവിടെ? അതെ, ഇതിലും കൂടുതൽ വെള്ളം കയറും. തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇനിയും കൂടുതൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഇന്നലെ തൊട്ടേ ഇവിടുത്തെ കൗൺസിലറും MLA ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളം കയറാൻ സാധ്യതയുണ്ട്, മഴ കനക്കുന്നുണ്ട് എന്നൊക്കെ ഇന്നലെ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രദേശവാസികൾക്കൊക്കെ. ഈ ഭാഗത്തുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായി. ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. വേറെ സ്കൂളുകളിലേക്കൊക്കെ സ്കൂൾ ഇവിടെ മൂഴിക്കൽ, പിന്നെ പള്ളിത്തായത്ത് ഒക്കെ 2 ക്യാമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെ ക്യാമ്പ് തുടങ്ങിയത്? അവിടെയാണ് ക്യാമ്പ് ഉണ്ടാവില്ല എല്ലാ കൊല്ലവും. ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഈ വെള്ളം പോകേണ്ട ചാലുണ്ട്. അതിപ്പോൾ അവിടെ മണ്ണിട്ട് ആൾക്കാർ തോർത്താൻ നിൽക്കുന്നത്. ചെറിയ തടി വെള്ളം കയ്യിലാണ് പോകേണ്ടത്. പിന്നെ മൂഴിക്കലും 3 ഉപാലുണ്ട്. ഇത് ഇപ്പോൾ ഒന്നായിക്കുന്നു ഒറ്റൊന്നായി. അതായത് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഓടകളൊക്കെ മണ്ണിട്ട് നികത്തിയതാണ്. അവിടെ 3 പൈപ്പ് ഉണ്ടായിരുന്നു ശരിക്കുള്ള വെള്ളം പോകുന്നത്. അപ്പോൾ 2 ഓൾറെഡി പോയി. അവിടെ സെൻട്രൽ ബാങ്കിലൊക്കെ ഒന്ന്, പിന്നെ ഒന്നും കൂടുതൽ പോകില്ല. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തുണ്ട്, അവിടെ ചെറിയ ഡ്രെയിനേജ് കഴിഞ്ഞു. അതും ഇപ്പം മണ്ണിട്ടില്ല. ഓരോരുത്തർ മണ്ണ് വാങ്ങിയിട്ട് സ്ഥലം വാങ്ങിയിട്ട്. അതായത് വെള്ളം ഒഴിഞ്ഞു പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് റോഡിൽ വെള്ളം. മതിയെ ഡ്രെയിനേജ് കുറവാണ്. മുമ്പുള്ളതൊക്കെ മണ്ണിട്ട് നികത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സ്ഥലത്തുള്ള വെള്ളങ്ങൾ പുറത്തേക്ക് പുഴയിലേക്ക് പോകാൻ വഴിയില്ല. എല്ലാ ഡ്രെയിനേജും അടഞ്ഞു കിടക്കുക. ഉള്ളത് തന്നെ വളരെ ചുരുങ്ങി വന്നു. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം ഇവിടുന്ന് പുറത്തേക്ക് പോകാത്തൊരു അവസ്ഥ ഉണ്ട്. കഴിഞ്ഞ തവണയൊന്നും ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നില്ല. പ്രളയകാലത്താണ് വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നത്. അതേസമയം ഈ ഭാഗത്ത് പല താഴ്ന്ന പ്രദേശങ്ങളും ഈ മണ്ണിട്ട് നികത്തുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ തന്നെ റോഡിലെ ഓടകളടക്കം പല ഭാഗത്തും മണ്ണിട്ട് നികത്തുന്ന സ്ഥിതിയുണ്ടായി. ഇതോടുകൂടി ഈ ഭാഗത്ത് പെയ്യുന്ന വെള്ളം ഒഴിഞ്ഞു പോകാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ പൂനൂർ പുഴയിൽ വെള്ളം ഉയർന്നതോടുകൂടി ആ ഭാഗത്തേക്ക് ഒഴുകാനും കഴിയുന്നില്ല എന്നതാണ് ആളുകളടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഷബീർ കല്ലിനൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.